തുറമുഖം പൂർണ്ണശേഷി കൈവരിക്കുന്നതോടുകൂടി കേരളത്തിൽ വലിയ തോതിലുള്ള വാണിജ്യ വ്യാവസായിക വളർച്ചയുണ്ടാകും. അങ്ങനെ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയായും സമൂഹത്തിൻ്റെ കൈത്താങ്ങെന്ന നിലയിലും വിഴിഞ്ഞം ഒരു ശക്തമായ സാമ്പത്തിക എഞ്ചിനായി മാറുകയാണ്. പദ്ധതിക്കായി 61.83% തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ VGF ഗ്രാൻറ്റ് എന്ന സഹായത്തിന് പകരമായി ലഭിക്കുന്ന ലാഭവിഹിതത്തിൻ്റെ ഷെയറാണ് ചോദിച്ചിരിക്കുന്നത്. തുറമുഖത്തിന് 8,680 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. ഇതിൽ 5,370 കോടി 86 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ, 818 കോടി രൂപ കേന്ദ്ര സർക്കാർ, 2,497 കോടി രൂപ അദാനി പോർട്സും വഹിക്കും. വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണെന്ന് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും കണ്ടെയ്നർ കൈമാറ്റം നടത്തുന്നു. ടെർമിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി TOS ചേർന്ന ആധുനിക ഓട്ടോമേഷൻ സാങ്കേതിക വിദ്യകൾ ഈ തുറമുഖം കപ്പലുകളുടെ തിരികെ പോയ സമയം കുറച്ച് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗതമായി പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ജോലിയായ CRMG ക്രെയിൻ ഓപ്പറേറ്ററായി സ്ത്രീകളെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളെ നിയമിച്ച് വിഴിഞ്ഞം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നു. IIT മദ്രാസും മാരിടൈം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ച AI, റഡാർ, സെൻസർ എന്നിവ ഉപയോഗിച്ച പുതിയ തലമുറ വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം VTMS കപ്പലുകളുടെ ചലനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നു. പരീക്ഷണ പ്രവർത്തന വേളയിൽ തന്നെ മികച്ച പ്രകടനം തുറമുഖത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. നേരിട്ട് 755-ലധികം തൊഴിലവസരങ്ങൾ ഇതിനകം സൃഷ്ടിച്ചിട്ടുണ്ട്. 67% ജീവനക്കാരും കേരളത്തിൽ നിന്നുള്ളവരാണ്. 35% പേർ വിഴിഞ്ഞം തദ്ദേശീയരും. തുറമുഖ വികസനം നാടിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വളർച്ച കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നതിൻ്റെ തെളിവാണിത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കടൽ നികത്തിയെടുത്തിട്ടുണ്ട്. തുടക്കത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിവേഗത്തിലാണ് പുലിമൂട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2,960 മീറ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ 2,500 മീറ്ററോളം എക്രോപോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഔട്ടർ ഇന്നർ അപ്രോച്ച് ചാനൽ, ടേണിംഗ് പോക്കറ്റ്, ബെർത്ത് പോക്കറ്റ് എന്നിവയ്ക്ക് ആവശ്യമായ ആഴം കൈവരിച്ചിട്ടുണ്ട്. ബ്രേക്ക് വാട്ടർ കോർ ലെയർ പൂർത്തിയായി. ആർമർ ലെയർ, എക്രോപോഡ് ലെയർ, വേവ് വാൾ എന്നിവയടക്കം നിർമ്മാണങ്ങൾ പൂർത്തിയായി. തുറമുഖത്തെ കെട്ടിടങ്ങൾ, കണ്ടെയ്നർ ബെർത്ത്, കണ്ടെയ്നർ യാർഡ് എന്നിവ പൂർത്തീകരിച്ചു. 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 24 യാർഡ് ക്രെയിനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ടഗ് ബോട്ട്, പൈലറ്റ് കം സർവേ വെസൽ എന്നിവ വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു. തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് മുന്നോടിയായുള്ള എല്ലാ കേന്ദ്ര അനുമതികളും ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. റെയിൽ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാക്കാൻ 2028 ഡിസംബർ വരെ സമയം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്.